ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ആദ്യമായി ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ചാപ്റ്ററുമാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഈ പാഠത്തിൽ ആദ്യം നമുക്ക് ആക്സിസ് എന്താണെന്ന് നോക്കി നോക്കാം. ദ പെർപെൻഡിക്കുലർ ലൈൻസ് വി ഡ്രോ ടു മേക്ക് ദ പൊസിഷൻസ് ഓഫ് പോയിൻറ്റ്സ് ആർ കാൾഡ് ദ ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ്. ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. രണ്ട് ആക്സിസ് ആണുള്ളത്, ഒന്ന് എക്സ് ആക്സിസും ഒന്ന് വൈ ആക്സിസും. ഹൊറിസോണ്ടൽ ലൈനിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള ലൈൻ, അതിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ടോപ്പിൽ നിന്ന് ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ടുള്ള വെർട്ടിക്കൽ ലൈനിനെയാണ് നമ്മൾ വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്ലെയിനിൽ നമുക്ക് എവിടെ വേണോ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്താം. അതിനൊരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കാണും. ഞാനവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. അതിന് എ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു എക്സ് കോർഡിനേറ്റും കാണും, വൈ കോർഡിനേറ്റും കാണും. എക്സ് കോർഡിനേറ്റ് ആദ്യം, വൈ കോർഡിനേറ്റ് രണ്ടാമത്. ഇനി എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എയിൽ നിന്ന് എക്സിലോട്ടൊരു ലൈൻ വരച്ചാൽ മതി. അത് 2ലാണ് ടച്ച് ചെയ്യുന്നത്, അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2ഉം. ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എയിൽ നിന്ന് വൈയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ മതി, അപ്പോൾ 3 എന്നും കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ്, എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 2ഉം 3ഉം എന്നും കിട്ടും. ഇനി മറ്റൊരു കാര്യം, ഈ രണ്ട് ആക്സിസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ രണ്ട് ആക്സിസും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ്, ആ പോയിന്റിനാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. അവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 0 0 ആയിരിക്കും. അവിടുത്തെ കോർഡിനേറ്റ്സ് 0 0. ഒറിജിനിലെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 0 ആയിരിക്കും. ഈ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. ഓരോന്നായിട്ട് പറയാം. ഒന്ന്, ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് ഈസ് 0. എക്സ് ആക്സിസിലുള്ള, എക്സ് അക്ഷത്തിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ചിലപ്പോൾ ഇത് തന്നെ ചോദ്യമായിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ് ഈസ് ഡാഷ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. രണ്ടാമത്തത്, ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ ദ വൈ ആക്സിസ് ഈസ് 0. വൈ ആക്സിസിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്ത് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് എക്സ് ആക്സിസിന്, എക്സ് അക്ഷത്തിന് പാരലലായിട്ടുള്ള, സമാന്തരമായിട്ട് വരുന്ന ഏതൊരു വരയുടെയും വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ആ വരയിലുള്ള എല്ലാ പോയിൻറ്റ്സിലുള്ള വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ എക്സ് ആക്സിസിന്, എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് പാരലായിട്ട് എ ബി എന്നുള്ളൊരു ലൈൻ വരച്ചേക്കുവാണ്. ആ ലൈനിൽ 3 പോയിൻറ്റ്സും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആർ എം എൻ എന്ന് പറഞ്ഞിട്ട് 3 പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് നോക്കി നോക്കാം. അതിൻ്റെ എക്സും വൈയും കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -2ഉം 1ഉം ആണ്. എക്സിൻ്റെ കോർഡിനേറ്റ് -2ഉം വൈയുടെ കോർഡിനേറ്റ് 1ഉം ആണ്. ഇനി എം എന്ന് പറയുന്ന പോയിന്റ് നോക്കി നോക്കാം. എക്സിൻ്റെ കോർഡിനേറ്റും 1 തന്നെയാണ്, വൈയുടെ കോർഡിനേറ്റും അവിടെ 1 തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത് എൻ എന്ന് പറയുന്നൊരു കോർഡിനേറ്റ് നോക്കി നോക്കാം, പോയിന്റ് നോക്കി നോക്കാം. എന്നിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ആ പോയിന്റിൽ, ആ ഒരു ലൈനിൽ ഏതൊരു പോയിന്റ് എടുത്തിരുന്നാലും അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. വൈ കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് ഏതൊരു വരയിലും, എക്സ് ആക്സിന് പാരലായിട്ട് വരുന്ന വരയിൽ വൈയുടെ കോർഡിനേറ്റ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്യാൻ ഉണ്ട്. ഇനി അടുത്തൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതിനെ നേരെ തിരിച്ചാണ്. വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഏതൊരു ലൈനിലും, വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഏതൊരു ലൈനിലെയും എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ പടം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വൈ ആക്സിസിന് പാരലായിട്ടാണ് എ ബി എന്നുള്ളൊരു ലൈൻ വരച്ചിരിക്കുന്നത്. അതിൽ എം എൻ ആർ എന്ന് പറഞ്ഞിട്ട് 3 പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 3 പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഈക്വലാണ്. വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു ലൈനിലെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. ഏതൊരു പോയിൻ്റ് എടുത്തിരുന്നാലും അവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ടാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് x1 y1 ആൻഡ് x2 y2 ഈസ് √(x1 - x2) the whole square plus y1 - y2 the whole square. x1 y1 x2 y2 എന്ന കോർഡിനേറ്റ്സ് ഉള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും, ഏത് രണ്ട് പോയിൻറ്റിൻ്റെയും ഡിസ്റ്റൻസ്, അവക്കിടയിലുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √(x1 - x2) the whole square plus y1 - y2 the whole square. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഈസ് ഇക്വിലാറ്ററൽ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ് വെർട്ടിസസ്. താഴെ തന്നിരിക്കുന്ന ത്രികോണം എന്ന് പറയുന്നത് ഒരു സമഭുജ ത്രികോണമാണ്. അതിൻ്റെ വെർട്ടിസസിൻ്റെ ഓരോ മൂലയുടെയും കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം.
അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ വെർട്ടീസസിന് നമുക്കൊരു പേര് കൊടുക്കാം, OAB, അല്ലെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ പേരാണ് OAB. 3 വെർട്ടീസസ് ആണുള്ളത്, ഒയും എയും ബിയും. ഇൻ ട്രയാങ്കിൾ OAB കോർഡിനേറ്റ്സ് ഓഫ് O ഈസ് 0 0. ഈ OAB എന്ന് പറയുന്ന ട്രയാങ്കിളിലെ കോർഡിനേറ്റ്സ് ഓഫ് ഒയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 0 ആയിരിക്കും. കാരണം നമ്മൾ ആദ്യം തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും ഇൻ്റർസെക്ഷൻ, അത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ ഒറിജിൻ എന്നാണ് പറയുന്നത്. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും 0 0 ആയിരിക്കും. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടിസസ് ഒറിജിനിലാണ് വന്നേക്കുന്നത്, ഓയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 0 0 ആയിരിക്കും. ഇനി രണ്ടാമത്, ഇൻ ട്രയാങ്കിൾ OAB ദ കോർഡിനേറ്റ്സ് ഓഫ് A ഈസ് 4 0. എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 4 0 ആയിരിക്കും. കാരണം O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് 4 ആണെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ A വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി എക്സ് ആക്സിസിലാണ് എ വന്നേക്കുന്നത്. എക്സ് ആക്സിസിലുള്ള ഏതൊരു പോയിന്റിലും വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, 0 ആയിരിക്കും അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 4 0 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി എന്ന് പറയുന്നൊരു പോയിന്റ്, ബി എന്ന് പറയുന്ന വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ OC-BC എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു പോയിന്റ് എടുത്തിരുന്നാലും അതിൻ്റെ എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആ ബിയിൽ നിന്ന് താഴോട്ടൊരു വര വരച്ചാൽ അത് എവിടെയാണ് ടച്ച് ചെയ്യുന്നത് അവിടെയുള്ള പോയിൻ്റാണ് അവിടുത്തെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ബിയിൽ നിന്ന് നമ്മൾ താഴോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് സി എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ O മുതൽ സി വരെയുള്ള ദൂരമാണ് അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ എക്സ് കോർഡിനേറ്റ് എന്ന് എഴുതുന്നതിന് പകരമാണ് അവിടെ OC എന്ന് ഇട്ടത്. അതുപോലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് വൈയിലോട്ട് വരയ്ക്കുന്ന ഒരു വരയാണ്. ബിയിൽ നിന്ന് വൈയിലോട്ട് ഒരു വരയ്ക്കുന്ന വരയ്ക്ക് അതേ നീളം, അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും BC എന്ന് പറയുന്ന നീളത്തിനുള്ളത്. അപ്പോൾ വൈ കോർഡിനേറ്റിന് പകരമാണ് അവിടെ BC എന്ന് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ OCയുടെയും BCയുടെയും നീളം കണ്ടുപിടിച്ചാൽ മതിയാവും അതിൻ്റെ കോർഡിനേറ്റ്സ് ആയി. അപ്പോൾ ഇനി OCയുടെയും BCയുടെയും നീളമാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ബിയിൽ നിന്ന് സിയിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു OBC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഇനി OCB ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. OCB എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം ബിയിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലറാണ് വരച്ചിരിക്കുന്നത്. പെർപെൻഡിക്കുലറിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതൊരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ എല്ലാ ആംഗിൾസും എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ BOC എന്ന് പറയുന്നത് 60 ആയിരിക്കും. അപ്പോൾ 60യും 90യും നമുക്ക് കിട്ടി. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ അറിയാം. 2 ആംഗിൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള 2 ആംഗിളും കൂടെ കൂട്ടിയിട്ട് 180 എന്ന് കുറച്ചാൽ മതിയോ. അപ്പോൾ 30 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംഗിൾസ് എന്ന് പറയുന്നത് 30 60 90 ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് 30 60 90 ആണെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എഴുതാൻ നമുക്കറിയാം, 1:√3:2 ആയിരിക്കും. ഇനി ഇവിടെ 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണെന്ന് നമുക്കറിയാം. ഇതൊരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ OA 4 ആണെങ്കിൽ OBയും 4A ആയിരിക്കും. മീൻസ് 90യുടെ ഓപ്പോസിറ്റ് 4 ആണ്. 90യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുമ്പോൾ 4 ആണ്. ഇനി ഈ റേഷ്യോ വെച്ചിട്ട് 90യുടെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും 30യുടെ ഓപ്പോസിറ്റ് വരേണ്ടത്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ OC ആണ്. അപ്പോൾ നമുക്ക് OC എത്രയാണെന്ന് കിട്ടും? 2 ആണെന്ന് കിട്ടും. ഇനി അവിടെ OCയുടെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ 30യുടെ ഓപ്പോസിറ്റ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ √3 ടൈംസ് ആയിരിക്കും 60യുടെ ഓപ്പോസിറ്റ് വരുന്നത്. ഇപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് കിട്ടും. 60യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് BC ആണ്. അപ്പോൾ അവിടെ BC = 2 × √3 2√3 എന്നും കിട്ടും. അപ്പോൾ നമുക്കവിടെ OC കിട്ടിക്കഴിഞ്ഞു, ഇപ്പോൾ 2 ആണെന്ന്, BCയും കിട്ടിക്കഴിഞ്ഞു 2√3 ആണെന്നും കിട്ടി. അപ്പോൾ ദ കോർഡിനേറ്റ്സ് ഓഫ് B എന്ന് പറയുന്നത് OCയും BC ആണ്. OC എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റും BC എന്ന് പറയുന്ന വൈ കോർഡിനേറ്റുമാണ്. അപ്പോൾ 2ഉം 2√3യുമാണ് ബിയുടെ കോർഡിനേറ്റ്സ്. അപ്പോൾ എല്ലാ കോർഡിനേറ്റ്സും ആയി കഴിഞ്ഞു. O എന്ന് പറയുന്നത് 0 0, A എന്ന് പറയുന്നത് 4 0, B എന്ന് പറയുന്നത് 2√3 ആണ്. ഇനി അടുത്ത ചോദ്യം, ദ റെക്റ്റാങ്കിൾ ബിലോ ഹാവ് സൈഡ്സ് പാരലൽ ടു ആക്സിസ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ റിമൈനിങ് വെർട്ടിസസ്. ഈ ചുവടെ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ, ചതുർഭുജത്തിൻ്റെ വശങ്ങളെന്ന് പറയുന്നത് ആക്സിസിന് പാരലലാണ്, സമാന്തരമാണ് എങ്കിൽ ബാക്കി വരുന്ന വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് റിസൾട്ടിൽ വരുന്നൊരു കാര്യമാണ്, എക്സ് ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഏതൊരു ലൈനിലും
ഏതൊരു ലൈനിൻ്റെയും വൈ കോർഡിനേറ്റ്സ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഏതൊരു ലൈനിലെയും എല്ലാ പോയിൻറ്റ്സിലുള്ള എക്സ് കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈൻ എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഏതൊരു ലൈനിൻ്റെയും വൈ കോർഡിനേറ്റ്സ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. ഏതൊരു പോയിൻ്റ് എടുത്താൽ ആ വരയിലുള്ള ഏതൊരു പോയിൻ്റ് എടുത്തിരുന്നാലും അവിടുത്തെ വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആവണം. അപ്പോൾ ഈ എ ബിയിൽ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമുക്കറിയാം. എ ബി എന്ന് പറയുന്ന ലൈനിൽ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് അറിയാം. -2ഉം 3 ആണ്. അവിടുത്തെ എക്സ് കോർഡിനേറ്റ് -2ഉം വൈ കോർഡിനേറ്റ് 3ഉം ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 3 തന്നെ ആവണം. കാരണം ഇത് എ ബി എന്ന് പറയുന്ന എക്സ് ആക്സിന് പാരലാണ്. അവിടെ ഏതൊരു പോയിൻ്റ് എടുത്തിരുന്നാലും അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എല്ലായിടത്തും. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 3 ആണെന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സി ബി എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ എടുക്കുന്നത്. ഈ സി ബി എന്ന് പറയുന്ന ലൈന് വൈ ആക്സിസിന് പാരലാണ്. അപ്പോൾ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഏതൊരു ലൈനിൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ സിയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണെങ്കിൽ ബിയുടെയും എക്സ് കോർഡിനേറ്റ് 2 തന്നെ ആവണം. അപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റ് നമുക്കവിടെ 2 ആണെന്ന് കിട്ടും. അങ്ങനെ ബിയുടെ കോർഡിനേറ്റ് നമുക്ക് 2 എന്നും 3 എന്നും എഴുതാം. എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റ് 3 ആണെന്നും കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഡി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് സി ഡി എന്ന് പറയുന്ന ഒരു ലൈനാണ് നമ്മൾ എടുക്കുന്നത്. സി ഡി എന്ന് പറയുന്ന ലൈൻ എക്സ് ആക്സിന് പാരലാണ്. അപ്പോൾ എക്സ് ആക്സിന് പാരലാണെങ്കിൽ ആ ലൈനിലുള്ള എല്ലാ പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സിയുടെ വൈ കോർഡിനേറ്റ് നമുക്കറിയാം 4 ആണ്. എങ്കിൽ ഡിയുടെയും വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 4 തന്നെ ആയിരിക്കും. അപ്പോൾ ഡിയുടെ വൈ കോർഡിനേറ്റ് കിട്ടും 4 ആണെന്ന്. ഇനി ഡിയുടെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡി എ എന്ന് പറയുന്ന ഒരു ലൈന് എടുക്കാം. ഡി എ എന്ന് പറയുന്ന ഒരു ലൈൻ വൈ ആക്സിസിന് പാരലായിരിക്കും. അപ്പോൾ വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഏതൊരു ലൈനിൻ്റെയും എക്സ് കോർഡിനേറ്റ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. ഏതൊരു ലൈനിലുള്ള പോയിൻറ്റ്സിലെയും എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡി എ എന്ന് പറയുന്ന ലൈനിലുള്ള ഒരു പോയിൻ്റാണ് എ. എയിലെ എക്സ് കോർഡിനേറ്റ് -2 ആണെങ്കിൽ ഡിയുടെയും എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -2 തന്നെ ആയിരിക്കും. അപ്പോൾ ഡിയുടെ എക്സ് കോർഡിനേറ്റ് നമുക്ക് -2 ആണെന്ന് കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് നേരത്തെ 4 ആണെന്ന് കിട്ടി. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ -2ഉം 4ഉം ആയിരിക്കും. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ബിലോ. ചുവടെയുള്ള ചതുർഭുജത്തിൻ്റെ സൈഡ്സിൻ്റെ നീളവും വശങ്ങളുടെ നീളവും അതുപോലെ തന്നെ വികർണങ്ങളുടെ നീളവുമാണ് നമുക്ക് ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഓരോ പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് 0 0 ആണ്. ബി എന്ന് പറയുന്ന 1 -2 ആണ്. അതുപോലെ സി എന്ന് പറയുന്ന -3 -2 ആണ്. ഡി എന്ന് പറയുന്നത് -3 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് x1 y1 ആൻഡ് x2 y2. x1 y1 എന്നും x2 y2 എന്നും രണ്ട് കോർഡിനേറ്റ്സ് ഉള്ള ഏതൊരു പോയിൻറ്റ്, രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല x1 - x2 the whole square plus y1 - y2 the whole square. ആദ്യം നമുക്ക് ലെങ്ത് ഓഫ് എ ബി കണ്ടുപിടിക്കാം. എ ബിയുടെ നീളം കണ്ടുപിടിക്കാം. എ ബിയുടെ നീളം കണ്ടുപിടിക്കാനായിട്ട് എ എന്ന് പറയുന്ന 0 0 ആണ്. അതിനെ നമുക്ക് x1 എന്നും y1 എന്നും എടുക്കാം. അടുത്ത് ബി എന്ന് പറയുന്ന 1ഉം -2 ആണ്. അതിന് നമുക്ക് x2 എന്നും y2 എന്നും എടുക്കാം. ഇനി ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 - x2 the whole square plus y1 - y2 the whole square. ഇനി ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 എന്ന് പറയുമ്പോൾ 0 മൈനസ് x2 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 0 - 1 the whole square പ്ലസ് ഇനി y1 - y2. y1 എന്ന് പറയുമ്പോൾ 0 മൈനസ് y2 എന്ന് പറയുമ്പോൾ -2. ആ മൈനസ് ഇടാൻ മറന്നു പോരുത്. അപ്പോൾ 0 - -2 the whole square എന്ന് വരും. ഇനി 0 - 1 എന്ന് പറയുമ്പോൾ -1ൻ്റെ സ്ക്വയർ പ്ലസ് 0 - രണ്ട് മൈനസ് അടുത്തടുത്തായതുകൊണ്ട് അത് നമുക്ക് പ്ലസ് ആക്കാം. അപ്പോൾ 0 + 2 എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ. ഇനി -1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ്. +2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ √5 എന്ന് കിട്ടും. എ ബിയുടെ നീളം √5 ആണെന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ ബി സിയുടെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ ഫോർമുല തന്നെയാണ്. ബി എന്ന് പറയുന്നത് നമുക്ക് x1 എന്നും y1 എന്നും എടുക്കാം. അതുപോലെ സി എന്ന് പറയുന്നത് x2 എന്നും y2 എന്നും എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം x1 y1 എന്നും ഏതെങ്കിലും ഒരെണ്ണം x2 y2 എന്നും എടുക്കാൻ കഴിയും. ഇനി x1 - x2 the whole square plus y1 - y2 the whole square ആണ്. അതിവിടെ കൊടുക്കുമ്പോഴത്തേക്കും x1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 മൈനസ് x2 എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ 1 - -3 the whole square പ്ലസ് ഇനി y1 - y2. y1 എന്ന് പറയുന്നത് -2 ആണ്. മൈനസ് y2 എന്ന് പറയുമ്പോഴും -2 തന്നെയാണ്. അപ്പോൾ -2 - -2 the whole square എന്ന് വരും. ഇനി √1 മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ 1 + 3 the whole square പ്ലസ് -2 വീണ്ടും മൈനസും കൂടെ പ്ലസ്. അപ്പോൾ -2 + 2 the whole square എന്നും വരും.
ഇനി 1+3 എന്ന് പറയുന്ന 4 ആണ്. 4ൻ്റെ സ്ക്വയർ പ്ലസ് -2 + 2 എന്ന് പറയുമ്പോൾ 0, 0യുടെ സ്ക്വയർ. അപ്പോൾ √4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ √16 എന്ന് പറയുമ്പോൾ 4 ആണെന്ന് ആൻസർ കിട്ടും. ഇതേ രീതിയിൽ നമുക്ക് എ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എ ഡിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ √10 എന്ന് കിട്ടും. അതുപോലെ നമുക്ക് സി ഡിയുടെ ലെങ്തും ഇതേ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. സി ഡിയുടെ ലെങ്ത് 3 ആണെന്നും കിട്ടും. ഇനി ഇതേ ഫോർമുല വെച്ചിട്ട് തന്നെ നമുക്ക് ഡയഗണൽസ് വികർണവും കണ്ടുപിടിക്കാം. വികർണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് എ സി ആണ്. എ സി ഒരു വികരണമാണ്, അതുപോലെ ഡി ബി ഒരു വികരണമാണ്. അപ്പോൾ എ സി, എ എന്ന് പറയുന്ന x1 y1 എന്നും സി എന്ന് പറയുന്ന x2 y2 എന്നെടുത്ത് അതിൻ്റെ നീളം ഇതേ ഫോർമുലയിൽ കൊടുത്ത് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതുപോലെ ഡി ബിയുടെ നീളം, ഡി എന്ന് പറയുന്ന x1 y1 എന്നും അടുത്ത് ബി എന്ന് പറയുന്ന x2 y2 എന്നും എടുത്ത് ഇതേ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ നീളവും കിട്ടും. ഇവിടെ എ സിയുടെ നീളം നമുക്ക് ഫോർമുലയിൽ കൊടുത്ത് ചെയ്യുമ്പോൾ √13 എന്ന് കിട്ടും. നമുക്ക് ചെയ്തു നോക്കാം. അതുപോലെ ബി ഡിയുടെ നീളം നമുക്ക് ചെയ്തു നോക്കുമ്പോഴത്തേക്കും √25 എന്ന് വരും. √25 എന്ന് പറയുമ്പോൾ 5 ആണ്. Once again